ഇന്ന് ജിഷിൻ്റെ ജീവിതകഥ പറയാൻ ബിഗ് ബോസ് അവസരം കൊടുത്തിരുന്നു. അത് ജിഷിൻ്റെ ജീവിതകഥ കേട്ടിട്ട് ബിഗ് ബോസ് ഹൗസിലെ എല്ലാവർക്കും ഭയങ്കര അധികം വിഷമമായി. അപ്പം ജിഷിൻ കഥ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: ഞാൻ ബിഗ് ബോസിൽ 3 വർഷം മുമ്പ് ഇതുപോലെ അപേക്ഷ കൊടുത്തിരുന്നു. അന്ന് എന്നെ വിളിച്ചില്ല. പിന്നെ ഈ വർഷം കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ ഈ വർഷം വിളിച്ചു. എൻ്റെ അമ്മയ്ക്കിടെ ഭയങ്കര ഒരു ഡ്രീമായിരുന്നു ഞാനൊന്ന് ബിഗ് ബോസിൽ വരണമെന്നും. അപ്പോൾ ഈ ഒരു സമ്മാനം അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ജിഷിൻ്റെ ജീവിതത്തിൽ വളരെയധികം ഒരുപാട് ദുരന്തങ്ങൾ തന്നെയാണ് ഉണ്ടായത്. സ്നേഹിച്ച് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, അത് പിന്നെ ഡൈവോഴ്സ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ എൻ്റെ മകനെയും എനിക്ക് പിരിയേണ്ടി വന്നു. ആ സമയത്താണ് അച്ഛനെ നഷ്ടപ്പെട്ടതെന്നും പറഞ്ഞ് പിന്നീട് സംസാരിക്കാൻ പറ്റാത്തധികം സങ്കടം നിറഞ്ഞ ഒരു ശബ്ദത്തോടെയാണ് ജിഷിൻ ബാക്കി കഥകൾ പറഞ്ഞത്. അങ്ങനെ ജിഷിൻ ഒറ്റപ്പെട്ട് ഒരു എറണാകുളത്തൊരു റൂമിൽ 3 വർഷത്തോളം താമസിക്കുകയായിരുന്നു. അങ്ങനെ സമനില തെറ്റിയ അവസ്ഥയിൽ ജിഷിൻ ആശ്രയിച്ചത് മദ്യത്തെയാണ്. അങ്ങനെ മദ്യപാനം അവിടെ നിന്ന് തുടങ്ങി. അങ്ങനെ കുറേ നാൾ ഒറ്റപ്പെട്ട ഒരു ജീവിതാവസ്ഥയിൽ ജിഷിന് ഒരു മോട്ടിവേഷനായിട്ട് ഒരു പെൺകുട്ടി കടന്നു വന്നു. ആ പെൺകുട്ടിയാണ് ഇന്ന് ജീവിതത്തിലെ ജിഷിനെ കൈപിടിച്ചുയർത്തിയത്. അങ്ങനത്തെ സാഹചര്യത്തിൽ തന്നെയാണ് ചേട്ടന് പെട്ടെന്ന് സിറോസിസിൻ്റെ അസുഖം ബാധിച്ച് ചേട്ടൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ജിഷിനാണ് ചേട്ടൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കിയത്. അങ്ങനെ ചേട്ടൻ മരിക്കുന്നതിന് കുറച്ച് മുമ്പ് ജിഷിൻ്റെ കയ്യിൽ കിടന്ന് വെള്ളം കുടിച്ച് അല്പസമയത്തിനുള്ളിൽ മരിക്കുകയായിരുന്നു. അപ്പോൾ ജിഷിന് മനസ്സിലായി, ജീവിതത്തിൽ ഒരു പരാജയം വന്നാൽ ആരും കാണില്ല, നമ്മൾ മാത്രമേ കാണുകയുള്ളൂ എന്ന് ജിഷിൻ മനസ്സിലാക്കി. അങ്ങനെ ജിഷിൻ അവിടെ നിന്ന് ആ ദിവസം തൊട്ട് മദ്യപാനം ഉപേക്ഷിക്കുകയായിരുന്നു. അത് കേട്ടുടനെ തന്നെ ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസും നല്ല രീതിയിൽ ക്ലാപ്പ് ചെയ്തു. തൻ്റെ മകനെ കാണാൻ പറ്റാത്ത ഒരു വിഷമം ഒഴിച്ചാൽ ബാക്കി ഓക്കെയാണ് ഇപ്പം മൈൻഡ് എന്നാണ് ജിഷിൻ പറഞ്ഞത്. ഇന്നത്തെ ജീവിത സ്റ്റോറിയിൽ വിജയായി ഇരിക്കുന്നതും ജിഷിൻ തന്നെയാണ്. ബിഗ് ബോസ് ഒരു സമ്മാനമായിട്ട് ജിഷിനെ ഈ നോമിനേഷനിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് നാളെ കാണാം.